Hi all, welcome to Axonist Learning Online Classes. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ്യിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2025 സെറ്റ് 69A ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് നമുക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനകത്ത് 2 സെക്ഷൻസാണ്, സെക്ഷൻ എ അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻസ്. അപ്പോൾ സെക്ഷൻ എയിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്ന 1 to 16 ക്വസ്റ്റ്യൻസിൽ MCQ ടൈപ്പ്, അതായത് 1 മാർക്കാണ്, 1 തൊട്ട് 16 വരെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്ത സെക്ഷൻ എയിൽ തന്നെ അടുത്തതിൽ 17 to 29 വരെ 28 വരെ അടുത്ത പാർട്ട്, അതായത് 2 മാർക്കിൻ്റെ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 to 16 വരെ 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് പാർട്ട് 1 വരുന്നത് സെക്ഷൻ എയിൽ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തത്, ആൻഡ് ആസ് വി മൂവ് away from the positively charged particle, the potential due to the charge, അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് എവേ ആണ്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും എന്നാണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ തന്നത് ഇൻക്രീസ് ലീനിയർലി, ഓപ്ഷൻ ബി ഇൻക്രീസ് നോൺ ലീനിയർലി, ആൻഡ് ഓപ്ഷൻ സി വരുന്നത് ഡിക്രീസസ് ലീനിയർലി, ആൻഡ് ഡി ഡിക്രീസസ് നോൺ ലീനിയർലി. അപ്പം നമുക്ക് അറിയാം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് MCQ ആണ്, ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ താഴെ ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ 1-ൻ്റെ. അപ്പോൾ നമുക്കറിയാം ഫോർ എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു KQ/R. K ഈസ് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/4πε0 Q1 Q2 ആ ഒരു ഇക്വേഷൻ ഇല്ലേ, കുളംസ്. അപ്പോൾ V ഈസ് ഈക്വൽ ടു K കോൺസ്റ്റൻ്റ്, Q ഈസ് എ ചാർജ് ആൻഡ് R ഈസ് ദ ഡിസ്റ്റൻസ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അപ്പം ഫോർ എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു KQ/R ആണ്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത്, അതായത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് എവേ ആണെങ്കിൽ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? മൂവ് എവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? മൂവ് എവേ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആണ്. ഡിസ്റ്റൻസ് ഇവിടെ കൂടുമ്പം ഇക്വേഷൻ പ്രകാരം ഡിസ്റ്റൻസ് അവിടെ നമ്മുടെ R ഇൻക്രീസ് ചെയ്യുമ്പം ഇവിടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ V എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ഇക്വേഷൻ ബേസിലാണ് അത് പറയുന്നത്. അതായത് നമ്മൾ മൂവ് എവേ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? കൂടുക എന്നാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് R ഇവിടെ കൂടുമ്പം ഇക്വേഷൻ പ്രകാരം എന്താണ്? R കൂടുമ്പം V എന്തായിരിക്കും? V കുറയും. അതായത് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയല്ലേ എഴുതുന്നത്, V ഈസ് ഈക്വൽ ടു KQ/R ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ആണ് സംഭവിക്കുന്നത്, പക്ഷെ അത് ലീനിയർലി ആണോ അതോ നോൺ ലീനിയർലി ആണോ നമ്മൾ പറയണം. ഇവിടെ എന്തായിരിക്കും? V ഈസ് ഈക്വൽ ടു 1/R എന്നാണ് ഇവിടെ, അതായത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്കിവിടെ ഡിഗ്രീസ് എന്തായിരിക്കും? നോൺ ലീനിയർലി ആയിരിക്കും. ലീനിയർലി ആയിരിക്കില്ല, നോൺ ലീനിയർലി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ഡിഗ്രീസസ് നോൺ ലീനിയർലി എന്നായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണല്ലോ. നമ്മളോട് ചോദിച്ചത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് എവേ ചെയ്യുമ്പം അതിൻ്റെ പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. ആൻഡ് ടു പൊട്ടൻഷ്യൽ എന്തായിട്ടും ഡിക്രീസസ് നോൺ ലീനിയർലി. ഇക്വേഷൻ ഇതാണ് കേട്ടോ, V ഈസ് ഈക്വൽ ടു KQ/R. ഇതെന്നാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓപ്ഷൻ ബി നാൻഡ് ഗേറ്റ്, ആൻഡ് ഓപ്ഷൻ സി ഓർ ഗേറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് ഗേറ്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മക്കളെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞത്? യൂണിവേഴ്സൽ ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ താഴെ കേട്ടോ. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് ഈസ് വൺ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് എ ബുലിയൻ ആൾജിബ്ര. അതായത് ബുലിയൻ ഫങ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ നാൻഡ് ഗേറ്റ് ഇതിൽ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് പഠിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് നാൻഡ് ഗേറ്റ് ആയിരിക്കും എന്ത് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നാൻഡ് ഗേറ്റ് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, ആൻഡ് നോട്ടൊക്കെ നമുക്ക് അതിൻ്റെ സർക്യൂട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് വരുന്ന ഏതാണ്, നാൻഡ് ഗേറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ സെക്ഷൻ 1 സെക്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ 1 ഉം 2 ഉം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ ഡിഗ്രീസസ് നോൺ ലീനിയർലി ആൻഡ് ക്വസ്റ്റ്യൻ 2ൻ്റെ ആൻസർ വരുന്നത് നാൻഡ് ഗേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ ഉണ്ട്, നോക്കുക. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചത് ഒരു പ്രോബ്ലമാണ്. എ സോളിഡ് സിലിണ്ടർ ബ്ലോക്ക് ഓഫ് എ വോളിയം ആൻഡ് ഡെൻസിറ്റി ഫ്ലോട്ട് അപ്രൈറ്റ് ഇൻ വാട്ടർ with half of its volume submerged in another liquid. It float upright with of its volume above the liquid surface and the relative density of that liquid എന്നാണ് നമ്മളോട് ചോദിച്ചത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. അതായത് സോളിഡ് സിലിണ്ടർ ബ്ലോക്ക് ഓഫ് വോളിയം ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതായത് ഒരു വാട്ടർ സർഫേസ് ആണ്. അപ്പം അതിലെന്തുണ്ട്, ഒരു സോളിഡ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് എന്ത് ചെയ്യാണ്, സബ്മേർജ് ചെയ്തിട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വോളിയം ഡെൻസിറ്റി നമ്മൾ താഴെ തന്നിട്ടുണ്ട്. ഇതാണ് എക്സ്പ്ലനേഷൻ. നോക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ 1 എന്താണ്, എ സോളിഡ് സിലിണ്ടർ ബ്ലോക്ക് ഓഫ് വോളിയം ആൻഡ് ഡെൻസിറ്റി ഫ്ലോട്ട്സ് അപ്രൈറ്റ് ഇൻ വാട്ടർ വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം സബ്മേർജ്ഡ്. അതാണ് ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ 1 താഴെ ഉണ്ട് കേട്ടോ ചെയ്തേക്കുന്നത്. കണ്ടീഷൻ 1 എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് ഫ്ലോട്ട് വിത്ത് ഹാഫ് വോളിയം സബ്മേർജ്ഡ്. അപ്പോൾ വോളിയം എന്താണ് അവിടെ, ഹാഫാണ്. അപ്പോൾ ദ ഫ്രാക്ഷൻ സബ്മേർജ്ഡ് അവിടെ എന്തായിട്ട് മാറും, ഹാഫായിട്ട് മാറും. നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്ത് പറയും, ഡെൻസിറ്റിന് നമ്മൾ റോ എന്നല്ലേ പറയാം. അപ്പോൾ റോ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സോളിഡ് സിലിണ്ടറിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്ത സബ്മേർജ്ഡ്. വോളിയം എന്താണ് അവിടെ, സബ്മേർജ്ഡ് ആണ്. അപ്പോൾ വി സബ്മേർജ് ഡിവൈഡഡ് ബൈ വി ഈസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതി. ഹാഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഈ സോളിഡ് സിലിണ്ടറിൻ്റെ എന്ത് കാണാണ്, ഡെൻസിറ്റി കാണാണ്. അപ്പോൾ പി ബ്ലോക്ക് റോ സബ്സ്ക്രിപ്റ്റ് ഓഫ് ബ്ലോക്ക്, അതായത് റോ എന്തിൻ്റെ, ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഓഫ് റോ വാട്ടർ. അതായത് ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടറിക്കൽ ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും, വാട്ടറിൻ്റെ ഡെൻസിറ്റീൻ്റെ ഹാഫ് ആയിരിക്കും എന്നാണ് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത്. അതാണ് കണ്ടീഷൻ 1. ഇനി കണ്ടീഷൻ 2 എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ, ആൻഡ് ഇറ്റ് ഫ്ലോട്ട് അപ്രൈറ്റ് വിത്ത് ഓഫ് ഇറ്റ്സ് വോളിയം എബൌട്ട് ദ ലിക്വിഡ് സർഫസ് ആൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് കാണാം നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ കേസ് നമ്മൾ വേറൊരു ലിക്വിഡ്, അനദർ ലിക്വിഡിൽ ഇതാ എങ്ങനെയായിരിക്കും ആ വോളിയം ഫ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇത് നോക്കണ്ടേ, ഈ സ്റ്റെപ്പ് നോക്കണ്ടേ, നമുക്കിതാ ഈ നോക്കാം. സ്റ്റെപ്പ് 2 ഇത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ഇൻ വാട്ടർ കഴിഞ്ഞിട്ട് ഈ താഴെയുള്ള സ്റ്റെപ്പ് നോക്കണ്ട. ഈ സ്റ്റെപ്പ് 2 ഒന്ന് നോക്കുക. അതായത് റിലേറ്റിംഗ് ഡെൻസിറ്റീസ് യൂസിങ് ദ സെക്കൻഡ് ലിക്വിഡ് കേസ്. സെക്കൻഡ് ലിക്വിഡ് കേസിൽ എന്താണ്, വെൻ ദ ബ്ലോക്ക് ഫ്ലോട്ട്സ് ഇൻ ദ അതർ ലിക്വിഡ് സപ്പോസ് എ ഫ്രാക്ഷൻ എഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഈസ് സബ്മേർജ്ഡ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഫ്രാക്ഷൻ 4/5 ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ഇതാ റോ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു, അതായത് ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടു വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, റോയിൻ്റെ അതായത് ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു എന്ത്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു എന്തിൻ്റെ വോളിയം, ലിക്വിഡിൻ്റെ വോളിയം ആണ് അത് തന്നേക്കുന്നത് 4/5 വോളിയം. അപ്പം ഇതിന്ന് നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് ഈസ് ഈക്വൽ ടു പി, അതായത് ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി നമ്മളിവിടെ കണ്ടു എത്രയാണ്, 4/5 റോ ലിക്വിഡ് എന്ന് കണ്ടു. ഇനി ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ബ്ലോക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ, ഇതാ
ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ കണ്ടീഷൻ 1-ൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് ബ്ലോക്ക് എന്തായിരുന്നു, ഡെൻസിറ്റി ഓഫ് വാട്ടറിന് ഹാഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിൽ ഡെൻസിറ്റി ഓഫ് ബ്ലോക്ക് നമ്മൾ കണ്ടെത്തി ഇത്രയും 4/5 റോ ലിക്വിഡ് ആണെന്ന്. അപ്പോൾ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. 1/2 റോ വാട്ടർ ഇസ് ഈക്വൽ ടു 4/5 റോ ലിക്വിഡ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ആൻഡ് റോ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, 1/2 ഇൻറ്റു ഈ 1/2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. 1/2 ഇൻറ്റു 5/4 ഇൻറ്റു എന്ത് കിട്ടും, വാട്ടറിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് കാണാം, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കാണാം. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ത് കിട്ടും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ? ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ, ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/2 ഇൻറ്റു 5/4 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടടാ, 1/2 ഇൻറ്റു 5/4 ഇസ് ഈക്വൽ ടു 5/8 റോ വാട്ടർ എന്ന് കിട്ടും. അതാണ് എന്ത്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ. അപ്പം ഇത് നോക്കണ്ട, നമ്മൾ ഇതെടുത്താൽ മതി. ഇതും കണ്ടീഷൻ ഇതും ഇത് നോക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. A wave moving in a stretched string is given by the equation y into x comma t is equal to a sin kx minus omega t and the maximum particle velocity കാണാനെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ വേവിൻ്റെ ഒക്കെ, അറിയോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ, വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നേക്കുന്ന. അതായത് ഒരു സ്ട്രിങ്ങിൽ ക്വസ്റ്റ്യൻ എന്താണ്, വേവ് മൂവിങ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ മൂവ് ചെയ്യുന്ന വേവിൻ്റെ ഇക്വേഷനാണ് ഇത്. y x, t is equal to a sin kx minus omega t. ഈ ഇക്വേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ വേവ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇതാ ഇങ്ങനെ എഴുതി, നാലാമത്തത്. അതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ്റെ. And wave equation is equal to y x comma t is equal to a sin kx minus omega t എന്ന് എഴുതി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ മാക്സിമം വെലോസിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വേവ് ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും, ഒന്നെങ്കിൽ dy/dt അല്ലെങ്കിൽ ഇവിടെ എടുത്തേക്കുന്ന റോ y/t എടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, ഈ y-നെ നാം ഡെറിവേറ്റീവ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, ആൻഡ് v ഈസ് ഈക്വൽ ടു ρ/ρt ഇൻറ്റു ഈ ടെർമിനൽ ഇതല്ലേ y, ഇത് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ρ/ρt ഇൻറ്റു a sin സെയിം a sin kx മൈനസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് കിട്ടും എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും, a വിത്ത് റെസ്പെക്ട് ടു ടി ഇവിടെ എന്താടാ മൈനസ് ഒമേഗയാണ്. അപ്പോൾ അത് പുറത്തോട്ട് വരും. അപ്പം മൈനസ് a ഒമേഗ സൈൻ മാറും. അതായത് സൈൻ്റെ ഇതെന്താ മൈനസ് കോസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, dy ഒന്നെങ്കിൽ പോട്ടെ dy/dt ചെയ്യുകയാണെന്ന് വിചാരിക്കുക. dy/dt ആണ്, dy/dt ചെയ്യാണ്, y-യുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഈസ് മൈനസ് a ഒമേഗ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക, മൈനസ് a ഒമേഗ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ, ഇതായിരിക്കും a ഒമേഗ. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് a ഒമേഗ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ a ഒമേഗ കേട്ടോ, a ഒമേഗ ആയിരിക്കും വരിക. ഇനി അഞ്ചാമത്തെ, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ആൻഡ് സെപ്പറേറ്റ്ലി ബൈ എ ഡിസ്റ്റൻസ് ഈസ് ഇഫ് ഈച്ച് ചാർജ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് and its value and the distance between them is also reduced to half, then the new force between them will be എന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താ ഇപ്പം ചോദിച്ചത്, അതായത് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം.
ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് അതായത് Q1 Q2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചാർജസ് ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ ആറായിട്ട് ഡിനോട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് ഈ ചാർജ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്, എടാ നമ്മൾ പഠിച്ചിട്ടില്ല ഇക്വേഷൻ F is equal to 1/4πε0 Q1 Q2/r² എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് അറിയാം രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2 തന്നിട്ടുണ്ട്, അതുപോലെ R തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന ഓരോ ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഹാഫായിട്ടും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഉണ്ടാവുന്ന ന്യൂ ഫോഴ്സ് എന്താണ് നമ്മളോട് ചോദിച്ചത്. അപ്പം മിസ് താഴെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്, നോക്കട്ടോ. ഇതാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ F is equal to K into Q1 Q2/r². K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, 1/4πε0. ആൻഡ് അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞ എന്താണ്, രണ്ട് ചാർജസ് ഉണ്ട് അല്ലേ. ഈ ചാർജസ് എന്തായിരിക്കും, ഹാഫായിട്ട് മാറും. അപ്പം Q1/2 ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും, എടാ ഇങ്ങനെ, അതായത് Q1 എന്തായിട്ട് മാറും, ഇവിടെ Q1/2 ആയിട്ട് മാറും. ആൻഡ് Q2 എന്തായിട്ട് മാറും, Q2/2 ആയിട്ട് മാറും. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി R എന്തായിട്ട് മാറും, r²/2 ആയിട്ട് മാറും. അപ്പം നമ്മൾ എടുക്കുമ്പം r/2ൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കുക. എന്താ നമുക്ക് കാണേണ്ടത് അവിടെ ഉണ്ടാകുന്ന ന്യൂ ഫോഴ്സ് ആണ്. അപ്പോൾ K ഇൻറ്റു Q1 എന്തെടുത്തു കൊടുത്തു, Q1/2 ഇൻറ്റു Q2/2 ഡിവൈഡഡ് ബൈ ആറിന് നമ്മൾ r/2ൻ്റെ സ്ക്വയർ. r/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ r²/4. 2ൻ്റെ സ്ക്വയർ 4 അല്ലേടാ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എന്നിട്ട് കോമൺ ആയിട്ട് 4 പുറത്തേക്ക് എടുത്താൽ 4 കട്ട് ചെയ്ത് പോയാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, K Q1 Q2/r². അത് പറഞ്ഞാൽ എന്താണടാ, F തന്നെയാണ്. അപ്പോൾ F' is equal to എന്താണ്, F. പുതിയ ഉണ്ടായ ഫോഴ്സ് എന്താണ്, F തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ എയിൽ ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഒന്നാമത്തേൻ്റെ ആൻസർ വരുന്നത് എന്തായിരുന്നു, ഡിഗ്രീസ് നോൺ ലീനിയർലി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ചാർജ്ഡ് പാർട്ടിക്കിൾസ് എവേ ചെയ്യുമ്പം, മൂവ് എവേ ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഡിഗ്രീസ് നോൺ ലീനിയർലി. ഇക്വേഷൻ ഓർക്കുക, V is equal to KQ/R. ആൻഡ് രണ്ടാമത്തേത് യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നായിരുന്നു ചോദിച്ചത്. യൂണിവേഴ്സൽ ഗേറ്റ് ഇസ് NAND ഗേറ്റ്. കാരണം അതെന്താണ്, ആൻഡ് നോട്ട് ഇതൊക്കെ എന്ത് ചെയ്യും, ഈ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് NAND ഗേറ്റിന് പറയാം. ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെയുണ്ട്. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു, നമ്മൾ ചെയ്തു എന്ത് വെച്ചിട്ട്, ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ബേസിൽ കേട്ടോ. ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേവ് ഇക്വേഷൻ തന്നു. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു, മാക്സിമം പാർട്ടിക്കിളാണ്, മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരുന്നു കിട്ടിയത്, Aω എന്നായിരുന്നു കിട്ടിയത്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ അഞ്ചാമത്തത് നമ്മളോട് ചോദിച്ചത് സിമ്പിളാണ്, നമ്മുടെ കൂളംസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ്. അതായത് Q1 എന്ന് പറഞ്ഞാൽ Q1/2 ആണ്. ആൻഡ് Q2 എന്ന് പറയുമ്പോൾ എന്താണ്, Q2/2. ആറിനെ നമ്മൾ r/2 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പുതിയ ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഈസ് എന്തായിരുന്നു, F ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 6 തൊട്ടിട്ട് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.